ഉടുപ്പൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഞാനിവിടെ പോവുകയാണെന്നല്ലേ, കുറച്ച് പച്ചക്കറി പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ. അതിനു വേണ്ടി പോകുന്നതിനാണ് ഈ ഒരു പട്ടി ഷോ. ഇപ്പോൾ ഇതിൻ്റെ ഞാൻ മോയ്സ്ചറൈസർ ഇടാണ്, ഡോക്ടർ ഷേദാസിൻ്റെ ആണ് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, സ്കിന്നിന് പെർഫെക്റ്റാണ്. എൻ്റെ സ്കിന്ന് നോർമൽ ടു ഡ്രൈ സ്കിന്നാണ്, ഡ്രൈ ഇടയ്ക്കാവുമെങ്കിൽ നോർമൽ സ്കിന്നാണ്. അതിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ. പിന്നെ വിഷ് കെയറിൻ്റെ ലിപ് ബാം. പിന്നെ ഇത് ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ട് 1 വർഷത്തിന് മുകളിലായി കേട്ടോ. കുറേ നാൾ ലാസ്റ്റ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു ഉടുപ്പാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. പക്ഷേ ലിങ്ക് കൊടുക്കാൻ എനിക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ. അഫിലിയേറ്റഡ് ഓപ്ഷൻ വന്നിട്ടില്ല. അത് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഇടാം കേട്ടോ. അങ്ങനെ ഞാനത് എപ്പോഴത്തെ എൻ്റെ മുടിയുടെ ഒരു സ്റ്റൈൽ ഇങ്ങനെയാണ്. മുടി ചീകാതെ മുന്നോട്ടിട്ടിട്ട് കോതി എടുത്തിട്ട് പുറകിൽ നിന്ന് എടുത്ത് കിട്ടും കേട്ടോ. എനിക്ക് അങ്ങനെ കിട്ടുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. ഞാൻ 2 ലിപ്സ്റ്റിക്ക് ഒരുമിച്ച് ഇട്ടിട്ട് ഒരു ഷെയ്ഡ് ഉണ്ടാക്കിയെടുത്തതാണത്. അപ്പോൾ അതേ മോളെ ഒരുക്കി ഞങ്ങളതേ പോകാനായിട്ട് ഇറങ്ങുകയാണ്. എനിക്ക് രാത്രി പോകുന്നതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. കാരണം എനിക്ക് കല്യാണത്തിന് മുന്നേ ഭയങ്കര ആഗ്രഹമായിരുന്നു രാത്രിയിലൊക്കെ എവിടെയെങ്കിലേക്ക് യാത്ര പോകണമെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അങ്ങനെ അന്ന് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വട്ടം അച്ചാച്ചനോട് ഇത് പറഞ്ഞപ്പോൾ പിന്നെ പുള്ളി എപ്പോഴും രാത്രിയിലാണ് കേട്ടോ എന്ത് കാര്യത്തിനും പോകുന്നത്. അങ്ങനെ ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ പച്ചക്കറി വാങ്ങിക്കാനാണ് കേട്ടോ, പത്തനംതിട്ടയിലോട്ട്. ആദ്യം കുറച്ച് നട്ട്സ് വാങ്ങിക്കണമായിരുന്നു പിള്ളേർക്ക്. അതെല്ലാം വാങ്ങിക്കഴിഞ്ഞ് അവിടുന്ന് കുറച്ച് മിഠായിയൊക്കെ വാങ്ങി കേട്ടോ. പിന്നെ അതേ അവിടെ കുറേ ഫ്രൂട്ട്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഭയങ്കര വിലയായിരുന്നു. ഞാനെന്നാലും വെറുതെ എടുത്ത് നോക്കി കേട്ടോ. അവിടെ നമ്മൾ ഫ്രൂട്ട്സൊന്നും വാങ്ങിയില്ല. പിന്നെ ഇങ്ങനെ ചോക്ലേറ്റും പിന്നെ ഈ ഒരു സാധനം വാങ്ങിയിട്ടോ. ഇതിന് 40 രൂപയായിരുന്നു. അപ്പോൾ ഇതൊരു ബദാമിൻ്റെ ബാറായിരുന്നു. കപ്പലണ്ടി മിഠായിയൊക്കെ പോലത്തെ ബദാമിൻ്റെ സംഭവമായിരുന്നു കേട്ടോ. എനിക്കത് ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ കഴിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവൾക്ക് കൊടുക്കും. കാരണം അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അവളൊരു ബൈറ്റ് എടുക്കില്ല. അതുകൊണ്ട് അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇത് അവർ രണ്ടുപേരും കൂടെ അങ്ങ് കഴിച്ച് തീർത്തേ. എനിക്കൊരു തുള്ളിയേ കിട്ടുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. പക്ഷേ പിള്ളേർ കഴിക്കട്ടെ, അതല്ലേ സന്തോഷം നമ്മുടെ. അങ്ങനെ പിന്നെ ലാസ്റ്റിൽ ഇവൾക്ക് ഇത് പിസ്ത കേക്ക് വേണമെന്ന് പറഞ്ഞു. അവൾ അത് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ പിസ്ത കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. പിസ്ത കേക്ക് വാങ്ങിയപ്പോൾ കൊച്ചതിന് പിസ്ത ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ ഞാനും അവളും കൂടി ഇരുന്നിട്ടാണ് കേക്ക് മൊത്തം കഴിച്ചത്. അവളിങ്ങനെയാണ്, അവൾക്ക് വേണമെന്ന് പറയും, പക്ഷേ വാങ്ങിക്കഴിയുമ്പോൾ വേണ്ട. പിന്നെ അമ്മ കഴിക്കുമോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടിലാരിലും ഇത് കഴിച്ച് തീർക്കും. അവസാനം ഞങ്ങളിത് ഫ്രൂട്ട്സ് വാങ്ങി. മാങ്ങയാണ് വാങ്ങിയത്, പല വെറൈറ്റി ഓഫ് മാങ്ങ. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നിട്ട് നല്ല ക്ഷീണമായിരുന്നു കേട്ടോ. പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാനങ്ങ് കിടന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.